ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ കലാശ പോരാട്ടത്തിൽ ആഴ്സണലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് PSG കിരീടം നേടിയത്. നിർണായകമായ പെനാൽറ്റി ഗബ്രിയേൽ മഗ്ലസ് പാഴാക്കി. അതോടുകൂടി ആഴ്സണൽ പരാജയം രുചിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ദി അത്ലറ്റിക് FC ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഗബ്രിയേൽ മഗ്ലസ് ആയിരുന്നു നിർണായകമായ പെനാൽറ്റി പാഴാക്കിയത്. എന്നാൽ ആഴ്സണൽ ആരാധകർ അദ്ദേഹത്തെ കൈവിടാൻ തയ്യാറായിട്ടില്ല. പെനാൽറ്റി പാഴാക്കിയതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ജേഴ്സികൾ വിറ്റഴിക്കപ്പെട്ട താരം അത് ഗബ്രിയേൽ മഗ്ലസ് ആണ്. ആഴ്സണൽ ആരാധകർ ഏറ്റവും കൂടുതൽ വാങ്ങിയ ജേഴ്സി അത് ഗബ്രിയേൽ മഗ്ലസിൻ്റെതാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജേഴ്സി വിൽപ്പന 350% വർദ്ധിച്ചു എന്നാണ് അത്ലറ്റിക് FC റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ആഴ്സണലിന്റെ വളരെ പ്രധാനപ്പെട്ട താരമാണ് ഗബ്രിയേൽ മഗ്ലസ്. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഡിഫൻസിൽ നല്ല പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. പക്ഷെ പെനാൽറ്റി പാഴാക്കിയത് അദ്ദേഹത്തിന് തിരിച്ചടിയായി മാറുകയായിരുന്നു. എന്നാൽ ആരാധകർക്ക് ഇപ്പോഴും അദ്ദേഹത്തോട് വലിയ ഇഷ്ടമാണ്, ബഹുമാനമാണ്. പെനാൽറ്റി പാഴാക്കിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൈവിടാൻ ഗണ്ണേഴ്സ് ആരാധകർ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് പിറ്റേ ദിവസം ഒരു പരേഡൊക്കെ ആഴ്സണൽ നടത്തുകയും ചെയ്തിരുന്നു. അതിൽ പലരും അണിഞ്ഞു വന്നത് ഗബ്രിയേൽ മഗ്ലസിന്റെ ജേഴ്സിയാണ്. അദ്ദേഹത്തിന്റെ ജേഴ്സി വിൽപ്പന വലിയ തോതിൽ വർദ്ധിച്ചു എന്നാണ് അത്ലറ്റിക് FC റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2020 ഇദ്ദേഹം ഗണ്ണേഴ്സിൽ എത്തിയത്. 261 മത്സരങ്ങളാണ് ക്ലബിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിക്കൊടുക്കുന്നതിൽ തൻ്റെതായ ഒരു വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഗബ്രിയേൽ മഗ്ലസ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.